ഹലോ ഗായ്സ്, ജെൻസ് വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സീനറി കണ്ടോ, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയാൽ കാണാനായിട്ട്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കാണാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് പ്ലാനിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത്. ഓണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കസിൻസും റിലേറ്റീവ്സും കുട്ടികളും എല്ലാവരും ഒരുമിച്ചുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു എൻജോയ്മെൻ്റ് ആകട്ടെ എന്ന് കരുതിയാണ് നമ്മൾ 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന രീതിയിലാണ് ഞങ്ങൾ വാട്ടർഫോൾ സെലക്ട് ചെയ്തത്. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ സെലക്ട് ചെയ്ത ഒരു സ്ഥലമാണ് പെരിഞ്ചിലമ്പ് വാട്ടർഫോൾ. ഈ പെരിഞ്ചിലമ്പ് വാട്ടർഫോൾ നമ്മൾ തമിഴ്നാട്ടിലാണ് കേട്ടോ. മാർത്താണ്ഡം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പെരിഞ്ചിലമ്പ് വാട്ടർഫോൾ ഉള്ളത്. വാട്ടർഫോൾ കാണാൻ പറ്റുന്ന ആ അറ്റം വരെ കാറ് പോകത്തില്ല. കാറ് പോകാൻ പറ്റുന്ന മാക്സിമം സ്ഥലം വരെ ഞങ്ങൾ കാറിലെത്തിയിട്ട് അവിടെ സൈഡിൽ പാർക്ക് ചെയ്ത ശേഷം പിന്നെ ബാക്കി നടന്നാണ് പോയത്. ഈ വാട്ടർഫോളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഒരു തോട് പോലെ ഒഴുകി വരുന്നുണ്ട്. അതിൻ്റെ സൈഡിലൂടെ ഒരു നടവഴിയാണ്, അതിലൂടെയാണ് ഞങ്ങൾ വാട്ടർഫോളിൽ എത്തിയത്. ഒരു 15 മിനിറ്റോളമുള്ള യാത്രയുണ്ട്. ഉച്ചയ്ക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇച്ചിരി ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ വീട്ടിൽ നിന്ന് എടുത്തിട്ടാണ് ഇറങ്ങിയത്. വാട്ടർഫോളിൻ്റെ സൈഡിൽ വെച്ച് കഴിക്കാം, അത് ഓരോ കുട്ടികൾക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വാട്ടർഫോളിൽ കുളിച്ചിട്ട് മാറാനുള്ള ഡ്രസ്സ്, അങ്ങനെ എല്ലാം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ തോട്ടിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിൽ ആൾക്കാർ കുളിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ലോക്കൽ ആൾക്കാരാണെന്നാണ് തോന്നുന്നത്. ആരെയും ടൂറിസ്റ്റുകളായിട്ടൊന്നും തോന്നിയില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും വാട്ടർഫോളിൽ പോയി കുളിക്കാനുള്ള ആവേശത്തിലായിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഒരു 15 മിനിറ്റോളം നടന്ന് ഞങ്ങൾ അവസാനം ആ തോട്ടിൻ്റെ എൻഡിലെത്തി. വളരെ ആകാംക്ഷയോടെ ഞങ്ങൾ ആ വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഈ കാണുന്നതാണ് ആ വാട്ടർഫോൾ ഗൈസ്. ഓടേന്ന് ഒഴുകി വരുന്ന പോലെ കുറച്ച് വെള്ളം. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് കേരളത്തിൽ നിന്ന് പെട്രോളും അടിച്ച് സമയവും വേസ്റ്റാക്കി ഇവിടെ വരെ വന്നത്. എന്തായാലും ട്രിപ്പ് പ്ലാൻ ഫ്ലോപ്പായി. വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണാനും വയ്യ. അങ്ങനെ ഞങ്ങൾ ഫുഡെങ്കിലും കഴിക്കാമെന്നുള്ള പ്ലാനിൽ കൊണ്ടുവന്ന ന്യൂസ് പേപ്പറും തുണിയൊക്കെ അവിടെ സൈഡിൽ വിരിച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി. ഈ പെരിഞ്ചിലമ്പ് വാട്ടർഫോളിൻ്റെ ഐഡിയ എൻ്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. എല്ലാവരുടെയും സങ്കടം പറച്ചിലും തുറിച്ചു നോട്ടവും അധിക്ഷേപവും എല്ലാം ഞങ്ങൾ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തി. എന്നാലും തോറ്റു കൊടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് അടുത്തെങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാൻ ഇടാനായിട്ട് എല്ലാവരും തുടങ്ങി. അറ്റ്ലീസ്റ്റ് ഫുഡെങ്കിലും കഴിക്കാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ കുട്ടികൾ ആ തോട്ടിലെ വെള്ളത്തിൽ കളിക്കാനായിട്ട് വിട്ടു. അവർക്ക് ആ ഒരു സന്തോഷമെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി. തോട്ടിൽ കുറേ മീനുകളുണ്ടായിരുന്നേ. അതിനിടയിൽ ഞാനും അപ്പുക്കുട്ടനും കൂടെ ഒന്ന് മീൻ പിടിക്കാനൊക്കെ ശ്രമിച്ചു. 1-2 മീനുകളൊക്കെ കിട്ടിയേ. ഞങ്ങൾ കിട്ടിയതിനാൽ തിരിച്ച് തോട്ടിൽ തന്നെ ഒഴുക്കി വിട്ടു. അവസാനം കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് റെഡിയായി. ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഇത്രയും ഫ്ലോപ്പായി പോയത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എന്തായാലും കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ആ ഒരു പ്ലാനോട് കൂടിയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോയിട്ട് കുളിച്ചിട്ടൊക്കെ തിരിച്ചു പോകുന്നുള്ള വാശിയിലായിരുന്നു ഞങ്ങൾ. ഇവിടെ നിന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോയതെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.